ബാങ്കറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ഇത്ര മനോഹരമായ വാക്യമാണ്. സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ച് കർത്താവ് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ ദൈവവചന ഭാഗം വളരെ സാവധാനം നാം കേൾക്കുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ നിക്ഷേപം, നമ്മുടെ പ്രതിഫലം അത് എത്രത്തോളം നാം പ്രാപിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്കറിയാമോ, ഈ സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുകയും പഠിക്കുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട്. അതെന്താണെന്നറിയാമോ? 2 കാര്യങ്ങളെ നാം തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അതിലൊന്നാണ് സ്വർഗത്തിലെ നിക്ഷേപം. അത് ദൈവം നമുക്ക് തരികയല്ല, നാം നമുക്ക് വേണ്ടി നിക്ഷേപിക്കുകയാണ്. 2-ാമത്തതാണ് ഉയരത്തിൽ ഉള്ള നമ്മുടെ സ്നേഹിതന്മാർ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നത് നാം വായിച്ചിട്ടുണ്ടല്ലോ. അനീതിയുള്ള മമ്മോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ, അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ ചേർത്തുകൊള്ളുവാനിടയായിത്തീരും. അപ്പോൾ ഈ സ്വർഗീയ സ്ഥലങ്ങളിലുള്ള കൂട്ടുകാരെയും സ്വർഗീയ സ്ഥലങ്ങളിലുള്ള നിക്ഷേപവും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് ദൈവം നമുക്ക് നൽകുന്നതല്ല. ദൈവം അതിനുള്ള സാധ്യതകളും അവസരങ്ങളും നമുക്ക് നൽകുന്നു. നാം അതിനെ പ്രയോജനപ്പെടുത്തി നിക്ഷേപവും അഥവാ കൂട്ടുകാരെയും ഉണ്ടാക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പഠിപ്പിക്കുകയാണ്. കർത്താവ് എന്താണ് ഈ സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്? ഈ സ്വർഗീയ പ്രതിഫലം എന്ന് പറയുമ്പോൾ, സ്വർഗത്തിൽ നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ നാം ധരിച്ചു വശമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വർഗത്തിൽ ചെന്നിട്ട് അനുഭവിപ്പാനുള്ള നിക്ഷേപത്തെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇപ്പോൾ നിക്ഷേപിക്കുന്നതും ഇനിയും വരാനുള്ള ഒരു ജീവിതത്തിൽ നമ്മുടെ കരത്തിൽ ഭരമേൽപ്പിക്കപ്പെടുന്നതുമായ പ്രതിഫലത്തെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചുമാണ് ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. നമ്മുടെ എൻ്റയർ ലൈഫ് നമ്മൾ നോക്കിയാൽ, നമ്മുടെ ജീവിതം മുഴുവൻ, ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരാളുടെ ജീവിതം മുഴുവൻ നോക്കിയാൽ അതൊരു വിതയുടെയും കൊയ്ത്തിൻ്റെയും ജീവിതമാണ്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സുവിശേഷ വേലയോടുള്ള നമ്മുടെ ഉത്സാഹം, യേശുവിൻ്റെ നാമത്തോടുള്ള നമ്മുടെ എരിവ്, ഈ കാര്യങ്ങളെല്ലാം നാം വിതയ്ക്കുകയാണ്. നമ്മുടെ അധ്വാനവും നമ്മുടെ സമയമൊക്കെ വിതച്ചിട്ട് നിത്യതയിൽ നാം ഇതിന് ഒരു കൊയ്ത്ത് പ്രാപിക്കുകയാണ് എന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ഈ പ്രതിഫലമെന്നുള്ള നിലയിൽ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഓർപ്പിച്ചത് നമ്മൾ ഇന്ന് അല്പമായി ചിന്തിക്കുന്നത്. ഞാൻ കരുതുന്നു തുടർമാനമായി ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനും നമുക്കത് ധ്യാനിപ്പാനും ദൈവം ഇടയാക്കട്ടെ. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. മത്തായി 5:12. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നമ്മൾ ഈ ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു ദൈവ പൈതൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നിനെക്കുറിച്ചുമല്ല, മറിച്ച് ഭൂമിയിൽ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിമിത്തം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർത്തിട്ട് സന്തോഷിപ്പീൻ എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ അപ്പസ്തലന്മാരെക്കുറിച്ച് നടപടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്തു പോകുന്നു. അവിടെ ഇങ്ങനെയാണ്: തിരുനാമ നിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് പുറപ്പെട്ടുപോയി.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അപമാനിക്കപ്പെടുവാൻ അവർക്ക് ലഭിച്ചൊരു അവസരം, അതിൽ അവർ അത്യധികമായി സന്തോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. കാരണം അനേകർക്ക് ലഭിക്കാത്തൊരു പദവിയും ഒരു ഭാഗ്യവും സ്വർഗീയ പ്രതിഫലം ലഭിക്കുവാനുള്ളൊരു അവസരവുമായിട്ട് അവരതിനെ കണ്ടപ്പോൾ അവരതിൽ അതിയായി സന്തോഷിച്ചു. ആമേൻ. അപ്പം എങ്ങനെയൊക്കെയാണ് ഈ സ്വർഗീയ പ്രതിഫലം ലഭിക്കുന്നത്? കർത്താവ് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാം. മത്തായി 5:12 ഇപ്രകാരം കർത്താവ് ഓർപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ. യേശു കർത്താവിൻ്റെ നാമത്തെ ധരിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഒരു ദൈവവൈതലാണ് എന്നുള്ള നിമിത്തവും ലോകത്തിൻ്റെ രീതികൾക്കും ലോകത്തിൻ്റേതായ പ്രകൃതിക്ക് ഒത്തവണ്ണം ഒത്തിണങ്ങി പോകാത്തത് കൊണ്ട് സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുകയൊക്കെ ചെയ്താൽ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുക. കൂട്ടത്തിൽ നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ നാമത്തെ പ്രതി നഷ്ടങ്ങൾ വരികയോ അപമാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതം ദുഃഖപൂർണ്ണമാകുന്നതും കഷ്ടതയുള്ളതാകുന്നതും എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് ഉയരത്തിലുള്ളൊരു ജീവിതത്തെക്കുറിച്ച് തികഞ്ഞ വെളിപ്പാട് നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇത്തരണത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലൊരു ശുശ്രൂഷയ്ക്ക് പോയത് ഓർക്കുന്നു. ഞാനിവിടെ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പ്രാർത്ഥനകളിൽ വളരെ സന്തോഷത്തോടും വളരെ ഉത്സാഹത്തോടും ആ ജനം കടന്നു വന്ന് ഓർക്കുന്നു. അവരെല്ലാം ഒന്നിച്ച് വന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ള മീറ്റിങ്ങുകൾ പോലെയല്ല, രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗ് രാത്രി 9 മണി 10 മണി വരെയും നീളുകയാണ്. അതിനിടയിൽ ഇവർ ഈ സഭാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലുമില്ല. തുടർമാനമായി ദൈവവചനം കേൾക്കുക, പാട്ടുകൾ പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, തുടർമാനമായി ദൈവവചനം കേൾക്കുന്നു, അതിൽ ആനന്ദിക്കുന്നു. അപ്പോൾ വിശ്രമമില്ലാതെ ഇവർ ഈ ദൈവസന്നിധിയിൽ ഇരിക്കുകയും അല്പനേരം പോലും ആ പ്രാർത്ഥനാ സ്ഥലം വിട്ട് പുറത്തു പോകാതൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ആ മിഷന് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിന് ഇപ്രകാരം ചോദിച്ചു, എന്താണ് ഇവരുടെ ഉത്സാഹത്തിന് കാരണം? ഇവർ വളരെ സന്തോഷഭരിതരായി കാണപ്പെടുന്നു. കാരണം എന്താ? അദ്ദേഹനോട് ഇപ്രകാരം പറഞ്ഞു, ഈ ദേശത്ത് ക്രിസ്ത്യാനിയായി ഒരാൾ തീർന്നാൽ, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, അവർക്ക് ഈ ദേശത്ത് ഊരുവിലക്ക് എന്ന് പറയുന്ന ഒരു സാമുദായിക നടപടി അവിടെയുണ്ട്. 20 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നവർക്ക് വെള്ളം കോരുവാൻ അവരെ അനുവദിക്കത്തില്ല. 20 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അവർക്ക് പലവ്യഞ്ജനങ്ങളെ വാങ്ങാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ അവിടെ നിന്ന് വാങ്ങാൻ കഴിയത്തില്ല. കുടിവെള്ളം അവർക്ക് അവിടെ നിന്ന് കോരിയെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ചുറ്റളവാണ് 20 കിലോമീറ്റർ. ആ 20 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വേണം യേശു കർത്താവിനെ സ്വീകരിച്ച ഒരുവൻ ഇനിയും വെള്ളം കൊണ്ടുവരുവാൻ അവൻ്റെ വീട്ടിലെ ആവശ്യത്തിലേക്ക്. പക്ഷേ ഇത് വളരെ സന്തോഷത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റെടുത്തിട്ട് അതു നിമിത്തം വരുന്ന ഈ പ്രതികൂലത്തെ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അതിൽ വളരെ ഉത്സാഹഭരിതരായി കാര്യങ്ങൾ ചെയ്യുകയും തങ്ങളിൽ സഹായിക്കുകയും ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുന്ന ആ കൂട്ടത്തെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുവാനിടയായി. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ പ്രതിസന്ധികൾക്ക് നടുവിൽ അവർ നിൽക്കുമ്പോൾ ഒരു കൂടം വെള്ളത്തിന് വേണ്ടി 20 കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് ചെന്ന് അതുമായി മടങ്ങി വരുന്നത് അവർക്ക് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരാൽ നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ, സുവിശേഷ നിമിത്തം നിങ്ങൾ ഭ്രഷ്ടരാക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാണ്. അതുകൊണ്ട് സന്തോഷിച്ച് തുള്ളിച്ചാടുവീൻ എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്നൊരു സാക്ഷ്യം അവരിൽ നിന്ന് കേൾക്കാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഈ നമ്മോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കാനുള്ളൊരു വക?
നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ തിരുവചനം പഠിച്ചാൽ മനസ്സിലാകും, ഇത് നമ്മുടെ ജീവിതമല്ല. ഈ ലോകത്തിലുള്ള 70-80 വർഷം ഇതല്ല നമ്മുടേത്. വരുവാനിരിക്കുന്നതൊന്നാണ് നമുക്കുള്ളതെന്ന് വ്യക്തമായ ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു. എന്നാൽ ആ ജീവിതത്തിലേക്ക് ചരതിച്ചു വെക്കാനും ആ ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനുമായി അയക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടവേള മാത്രമാണ് ഈ ലോക ജീവിതമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പ്രൈസ് ഗോഡ്. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാണുന്ന ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇതൊരു ക്രിസ്തീയ വിശ്വാസിയുടെ മനോഭാവമാണ്. നിത്യതയെ സംബന്ധിച്ചും നിത്യജീവൻ സംബന്ധിച്ചുമൊക്കെ നല്ല തിരിച്ചറിവുള്ള ഒരുവന് എപ്പോഴും സന്തോഷിക്കാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവിനെ അറിയുന്ന ഒരു ദൈവപൈതലിന് ഒരു നഷ്ടവും വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ അഥവാ കർത്താവിനെ അറിയാത്തവരാൽ വെളിപ്പെടുന്ന ഏതൊരു നഷ്ടവും അത് അവൻ്റെ നിത്യജീവങ്കലേക്ക് വിളവിനെ കൂട്ടിവെക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വർഗീയ പ്രതിഫലത്തെ നൽകുവാൻ ഇടയാക്കപ്പെടുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് നിലകളിലും ഒരു ദൈവ പൈതലിന് എതിരെ ഒരു ദേശമോ വ്യക്തികളോ ചർച്ചക്കാരോ കുടുംബമോ ആരൊക്കെ എതിരെ നിന്നാലും അവർക്ക് നിത്യതയിൽ വിളവിനെയും പ്രതിഫലത്തെയും കൂട്ടിവെക്കുവാൻ മാത്രമേ അവരെ എതിർക്കുന്നവർക്ക് കഴിയുകയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. എന്നാൽ നാം ആ തിരിച്ചറിവോടെ ഈ ലോക ജീവിതത്തിൽ മുൻപോട്ട് പോയാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എത്രത്തോളം സന്തോഷപ്രദമായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചറിയാവുന്നതേ ഉള്ളൂ. ഇവിടെ ദൈവവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുക, ഭ്രഷ്ടരാക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാണ്. ഞാനിത് പറയുമ്പോൾ ഇത് വളരെ സിമ്പിൾ കാര്യമായി പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കാരണം സമയം ഏറ്റവും അടുത്ത് കഴിഞ്ഞു. ഒരു ക്ലോക്കിൻ്റെ 12ാമത്തെ അക്കത്തിലേക്ക് 2 സൂചികളും ഒന്നിച്ച് നിന്നാൽ 12 മണിയാകും, അല്ലെങ്കിൽ ഒരു ദിവസം പൂർത്തിയാകും എന്ന് പറയുന്നത് പോലെ ലോക ഘടികാരം വന്നു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. തിരുവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്നുള്ളത് സ്പഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നാം ഈ ചിന്തിക്കുന്ന നിത്യതയിൽ ചരതിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ ദൈവവചന ഭാഗങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുണ്ട്. കർത്താവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട്, അഥവാ അപ്പസ്തോലിക കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കർത്താവ് വരുന്നു എന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പൗലോസ് അപ്പസ്തോലിനും ഈ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ താൻ ഇപ്രകാരം ഓർപ്പിച്ചു തെസ്സലോനിക്ക ലേഖനത്തിൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും. താൻ അടുത്തതായി അവിടെ പറയുന്നത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം എല്ലാവരും കർത്താവിനോടുകൂടി മേഘങ്ങൾ എടുക്കപ്പെടുമെന്നാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലനും ചിന്തിച്ചിരുന്നു തൻ്റെ കാലത്തിൽ കർത്താവ് വരുമെന്ന്. എന്നാൽ അവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വന്നില്ല. എന്നാൽ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു, ഈ കാലഘട്ടത്തിൽ കർത്താവ് വരും. നിങ്ങൾക്കറിയാമോ, തിരുവചനത്തിൽ ഇനി പൂർത്തിയാകുവാനുള്ള പ്രവചനങ്ങൾ ഇല്ലാത്തതുപോലെ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചും ലോകരാജ്യങ്ങളെക്കുറിച്ചുമുള്ള രാഷ്ട്രീയമായ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായിരിക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചല്ല, മറിച്ച് സ്വർഗത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടുന്ന സമയമാണിത്. ഒന്നാമത് പഠിച്ചു മത്തായി 5:12 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ സ്വർഗീയ നിക്ഷേപമുണ്ട് എന്നറിഞ്ഞ് സന്തോഷിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ നീതിയെ മനുഷ്യരുടെ മുമ്പ് ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. ഇത് വളരെ സൂക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞ്, മനുഷ്യർ കാണുക ഒന്നും ചെയ്യരുത്. മനുഷ്യരെ കാണിക്കുവാനായും അവരിൽ നിന്ന് പ്രീതി
വാങ്ങുവാനുമായി അവരുടെ ഒരു നല്ല വാക്കിന് വേണ്ടി ഒന്നും തന്നെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പിതാവ് മാത്രം കാണട്ടെ. കാരണം നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന പിതാവാണ്. അതുകൊണ്ട് മനുഷ്യർ കാണാതെ ചെയ്ത ദാനധർമ്മങ്ങൾക്കും നല്ല പ്രവൃത്തികൾക്കും പിതാവ് പ്രതിഫലം തരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. ഇവിടെ കർത്താവ് വളരെ ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നന്മകളാകട്ടെ ദാനധർമ്മങ്ങളാകട്ടെ എന്തായിക്കൊള്ളട്ടെ, നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ആര് കാണുവാൻ വേണ്ടിയാണ് ചെയ്തത് അവർ നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങൾ മനുഷ്യർ കാണുവാനാണ് ചെയ്തതെങ്കിൽ മനുഷ്യർ നിങ്ങളെ ശ്ലാഘിക്കും, അവർ നിങ്ങളെ പ്രശംസിക്കും. എന്നാൽ നിങ്ങൾ ദൈവം മാത്രം ഇത് കാണുക, എൻ്റെ പിതാവ് മാത്രം ഇത് കാണണം എന്ന് മാത്രം ചിന്തിച്ചാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യൻ പോലും അറിയാതെ ദൈവം മാത്രം ഇത് അറിയട്ടെ എന്നുള്ള നിലകളിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും സ്വർഗീയ പ്രതിഫലം നമുക്കുണ്ടെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുക. അപ്പോൾ ഒന്ന്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ, പഴിക്കപ്പെടുമ്പോൾ, ദുഷിക്കപ്പെടുമ്പോൾ, ഭ്രഷ്ടരാക്കപ്പെടുമ്പോൾ, തള്ളപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്വർഗീയ പ്രതിഫലമുണ്ട്. രണ്ട്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു, മനുഷ്യർ കാണാതെ നിങ്ങൾ ചെയ്ത സകല നീതി പ്രവൃത്തികൾക്കും നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് പ്രതിഫലമുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മറ്റാരും അറിയാറില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടിയാകുമ്പോൾ അത് കാണുന്ന സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയും മറ്റു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഒക്കെ ദൈവസന്നിധാനത്തിൽ ഇടിവ് നിൽക്കുന്നത് അത് സ്വർഗീയ പ്രതിഫലത്തിന് കാരണമാകുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത്. ഇതേ കാര്യം തന്നെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിതാവിങ്കിൽ നിന്ന് പ്രതിഫലമുണ്ടാകും. എന്നെ ഉപദ്രവിക്കുന്നവൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അവൻ്റെ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയും അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നൊരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. വളരെ വ്യക്തമായി കർത്താവ് അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താ ഉപകാരം? അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്കൊരു ഉപകാരം കിട്ടിയേക്കാം, പക്ഷേ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിന്? ഈ കാലഘട്ടത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരേണ്ടതിന്. ഇപ്പം നമ്മുടെ അപ്പൻ ആരാണെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ടതിന്, അത് പിതാവായ ദൈവം തന്നെയാണെന്ന് മറ്റുള്ളവർ അറിയേണ്ടതിന് കർത്താവ് നമ്മോട് ഓർപ്പിക്കുന്നു, നിങ്ങളുടെ വെളിച്ചം, നിങ്ങളിലുള്ള വെളിച്ചം മനുഷ്യർ കാണട്ടെ. എന്താ ഈ വെളിച്ചം? നിങ്ങളിലുള്ള അപ്പൻ്റെ സ്വഭാവം മറ്റുള്ളവർ കാണട്ടെ. അപ്പോൾ എൻ്റെ പ്രതികരണങ്ങളിലൂടെ, എൻ്റെ ദീർഘക്ഷമയിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ മനോഭാവങ്ങളിലൂടെ എൻ്റെ പിതാവ് ആരാണെന്ന് ഞാൻ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് ഇന്ന് നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ട് നമ്മുടെ പിതാവ് ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് വളരെ നാം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. അതിൻ്റെ 10-ന്റെ 41-42 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളൊരു പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു പ്രവാചകനായവനെ നിങ്ങൾ കൈക്കൊള്ളുന്നെങ്കിൽ ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ഹൃദയത്തെ നിങ്ങൾ തണുപ്പിച്ചാൽ
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. അടുത്ത നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഇതാ യഹൂദരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു സമ്പ്രദായമാണ്. അവര് നീതിമാന്മാരാണ് എന്ന് തോന്നുന്നവർക്കേ നന്മ ചെയ്യത്തുള്ളായിരുന്നു. വീണ്ടും കർത്താവ് പറയാണ്, എൻ്റെ ശിഷ്യൻ എന്ന് വെച്ച ഒരാൾക്ക് ഒരു പാത്രം തണ്ണീര് മാത്രം കൊടുക്കുന്നവന് പോലും പ്രതിഫലം ഇല്ലാതെ പോകത്തില്ല. ഈ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അതിന് സ്വർഗീയമായ പ്രതിഫലമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ പ്രതികരണങ്ങൾക്ക്, മനോഭാവങ്ങൾക്ക്, സഹനങ്ങൾക്ക്, കൊടുക്കൽ വാങ്ങലുകൾക്ക്, ബന്ധങ്ങൾക്ക്, ഇതിനെല്ലാം. അപ്പോൾ വലിയൊരു നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ വലിയൊരു നിത്യജീവങ്കിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് വലിയൊരു വിതയുടെ അവസരം ദൈവം തരിക. ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും നാം വിതയ്ക്കുകയാണ്. അവയെല്ലാം കൂടി കൊയ്തെടുത്ത് നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മോട് പറയുക. എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലുള്ളവർ ഈ ഒരു ജീവിതം അവരുടേതാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അവരിവിടെ സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം അതല്ല. എൻ്റെ ജീവിതം ഇനി വരുവാനുള്ളതാണ്. ആ ജീവിതത്തിലേക്ക് ഇപ്പോൾ ചരതിക്കുവാനും ആ ജീവിതത്തിലേക്ക് ഇപ്പോൾ കൂട്ടിവെക്കുവാനുമായി, നിക്ഷേപത്തെ സ്വരൂപിക്കുവാനായി ദൈവം എനിക്ക് അവസരം തരുന്നതാണ് ഈ ലോക ജീവിതം എന്നുള്ള തിരിച്ചറിവ്. അതൊരു ഭക്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു ഭക്തന് മാത്രമേ ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്. അപ്പോൾ നമ്മിലൂടെ കർത്താവിൻ്റെ രുചിയും കർത്താവിൻ്റെ വെളിച്ചവും വെളിപ്പെടുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ഈ സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധന ചെയ്യാം. നാം ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗീയമായ പ്രതിഫലത്തെ പ്രാപിച്ച് ഒരു നിത്യജീവങ്കിലേക്ക് കടന്നു പോകേണ്ടതിന് ദൈവം നമുക്ക് തരുന്ന അവസരമാണെന്നുള്ള ആ തിരിച്ചറിവിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. ആ ഒരു തിരിച്ചറിവിങ്കിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇനി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരുമായി ആ പിതാവിൻ്റെ മഹത്വത്തോടെ വരും. അന്ന് ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ചെറുതും വലുതുമായ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും മനോഭാവങ്ങൾക്കും ഇവയ്ക്കെല്ലാം പ്രതിഫലം തരുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പറയപ്പെട്ട കേൾക്കപ്പെട്ട സകല വചനത്തിൻ്റെയും ഉള്ളടക്കം എന്താണെന്നറിയാമോ? സ്വർഗീയമായ പ്രതിഫലത്തെ പ്രാപിക്കുവാൻ, സ്വർഗീയമായ പ്രതിഫലം ഉയരത്തിൽ കൂട്ടിവെക്കുവാൻ ദൈവം നമ്മെ ഭൂമിയിൽ അയച്ചിരിക്കുന്നു. നമുക്ക് തരുന്ന സമ്പത്ത്, നമ്മുടെ സമയം, ബന്ധങ്ങൾ, താലന്തുകൾ, ഇവയെല്ലാം ഭൂമിയിൽ നാം സന്തോഷിക്കേണ്ടതിന് എന്നതിനേക്കാൾ കൂടുതൽ സ്വർഗത്തിൽ മറ്റൊരു ജീവിതത്തിങ്കിലേക്ക് ഒരടിസ്ഥാനമിടുവാനും അന്ന് നാം ഏറ്റവും പ്രതിഫലമുള്ളവരായി ദൈവസന്നിധാനത്തിൽ വെളിപ്പെടുവാനും ദൈവം നമുക്ക് തരുന്നൊരു അവസരമാണെന്നുള്ള ധ്യാനത്തോടെ നമുക്ക് ദൈവകരങ്ങളായിരിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഇതൊരു സ്വർഗീയ പ്രതിഫലത്തിനായി ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നെന്നും അതൊരു കാര്യവിചാരകത്വമാണെന്നും അതിൽ നാം വളരെ വിശ്വസ്തരായി, ദൈവത്തോടും നമ്മോടും വിശ്വസ്തരായി നിത്യജീവിങ്കലേക്ക് ചരിതിപ്പാൻ നാം പ്രാപ്തരാക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണ് അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം ഞങ്ങൾ വളരെ സാവധാനത്തിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു.
കർത്താവേ, ഈ നശ്വരമായ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടിട്ട് ഞങ്ങളെ അങ്ങ് എത്തിക്കുവാൻ പോകുന്നതും ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതുമായ ഉയരത്തിലെ ജീവൻ, നിത്യജീവൻ, അതിലേക്ക് പ്രതിഫലത്തെ കൂട്ടിവെക്കുന്ന നല്ല കാര്യവിചാരകന്മാരാകുവാൻ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഒരുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. പുതിയ ചിന്തകളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.